ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്നും സഹായം മാത്രമാണെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗം മാത്രമാണ് ക്ഷേമ പെൻഷൻ വിതരണം. എപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് സർക്കാരാണെന്നും മറുപടി സത്യവാങ്മൂലത്തിലൂടെ ഹൈക്കോടതിയെ അറിയിച്ചു. ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയതിനെതിരായ പൊതു താൽപര്യ ഹർജിയിലാണ് സർക്കാരിന്റെ സത്യവാങ്മൂലം. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ ജോസഫ് ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അഭിഭാഷക ഷിബി ഇക്കഴിഞ്ഞ ജനുവരിയിൽ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ ഹർജിയിലാണ് ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്നും സഹായം മാത്രമാണെന്നും സർക്കാർ മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചത്. നിയമം അനുശാസിക്കുന്ന പെൻഷൻ ഗണത്തിൽ പെടുന്നതല്ല ക്ഷേമ പെൻഷനെന്നും പെൻഷൻ വിതരണം എപ്പോൾ നടത്തണമെന്ന തീരുമാനം എടുക്കുന്നത് സർക്കാരാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. മദ്യത്തിൽ നിന്നും ഇന്ധനത്തിൽ നിന്നും ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ സെസ് പിരിച്ചിട്ടും പെൻഷൻ നൽകുന്നില്ലെന്ന് ഹർജിക്കാരി അറിയിച്ചു. എന്നാൽ സെസ് പിരിക്കുന്നു എന്നതുകൊണ്ട് ക്ഷേമ പെൻഷൻ നൽകണമെന്ന് പറയാൻ കഴിയില്ലെന്നും ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ചുള്ള നയപരമായ തീരുമാനം മാത്രമാണിതെന്നും സർക്കാർ നിലപാടെടുത്തു. സംസ്ഥാനത്ത് 5 വിഭാഗങ്ങളിലായി 45 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ നൽകുന്നുണ്ട്. ഇതിൽ 2 പെൻഷൻ സർക്കാർ സ്വന്തം നിലയിൽ നടപ്പാക്കുന്നതാണ്. മൊത്തം പെൻഷൻ വിതരണത്തിനായി ഒരു മാസം 900 കോടി രൂപയാണ് സർക്കാരിന് ചെലവ്. ഇതിനു പുറമെ ക്ഷേമ പെൻഷനുകൾക്കായി 90 കോടി രൂപ വേറെയും കണ്ടെത്തണം. ഫണ്ടിന്റെ അപര്യാപ്തതയാണ് പെൻഷൻ മുടങ്ങുവാനുള്ള കാരണം. 2023 ജൂൺ വരെയുള്ള വിഹിതം മാത്രമാണ് കേന്ദ്രം കേരളത്തിന് നൽകിയത്. സെപ്റ്റംബർ വരെയുള്ള പെൻഷൻ നൽകിക്കഴിഞ്ഞു. ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ പെൻഷൻ അടുത്തയാഴ്ച വിതരണം ചെയ്യുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം അതാത് മാസം ക്ഷേമ പെൻഷൻ വിതരണം നടത്താനാകില്ലെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ജനം, കൊച്ചി.